കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ആത്മഹത്യയ്ക്ക് തൊട്ടുമുമ്പ് നവീൻ ബാബു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന ഒരു സാക്ഷിയുടെ മൊഴി. PP ദിവ്യയുടെ ബന്ധു അഴീക്കോട് സ്വദേശി പ്രശാന്ത് TVയുടെ മൊഴിപ്പകർപ്പ് 24 നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ തലേ ദിവസം അഴീക്കോട് സ്വദേശിയും ദിവ്യയുടെ ബന്ധുവുമായ പ്രശാന്ത് മുഖാന്തരം സ്വാധീനിക്കാൻ നവീൻ ബാബു ശ്രമിച്ചെന്നാണ് മൊഴി. കേസിൽ ഇതാദ്യമായാണ് പ്രശാന്ത് എന്നയാളുടെ മൊഴി വിവരം പുറത്തുവരുന്നത്. ദിവ്യയുമായുള്ള ബന്ധം ADMന് അറിയാമായിരുന്നുവെന്നും യാത്രയപ്പ് ചടങ്ങിന് ശേഷം ADM തന്നെ ക്വാർട്ടേഴ്സിന് സമീപത്തേക്ക് വിളിച്ചു വരുത്തിയെന്നുമാണ് പ്രശാന്തിന്റെ മൊഴി. എന്നാൽ ദിവ്യയുമായി അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പാകത്തിലുള്ള ബന്ധമില്ലെന്ന് അറിയിച്ചതോടെ നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് കയറിപ്പോയി. പിറ്റേന്ന് പുലർച്ചെയാണ് ADM ആത്മഹത്യ ചെയ്ത വിവരം അറിയുന്നതെന്നും പ്രശാന്ത് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. കേസിൽ കണ്ണൂർ കളക്ടർ പോലീസിന് നൽകിയ മൊഴിയും നവീൻ ബാബുവിനെ സംശയത്തിന്റെ മുന്നിൽ നിർത്തുന്നതാണ്. ഈ മൊഴികളെല്ലാം PP ദിവ്യയെ സംരക്ഷിക്കുന്നതിനായി കെട്ടിച്ചമച്ചതാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇക്കാര്യത്തിൽ CPMന്റെ നേതൃത്വം ഒന്നടങ്കം അതിനകത്ത് ആർക്കും ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. അവരൊക്കെ തന്നെ ഇതിനകത്ത് പ്രതികളായി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് CBI അന്വേഷണത്തിന് ആദ്യം മുതൽ CPM നേതൃത്വം തടയിടുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ബിനാമി ഇടപാട്, TV പ്രശാന്തൻ മുഖ്യമന്ത്രിക്കും വിജിലൻസിനും നൽകിയെന്ന് പറയുന്ന വ്യാജ പരാതി തുടങ്ങിയവയെക്കുറിച്ച് കുറ്റപത്രത്തിൽ ഒരിടത്തും പരാമർശമില്ല. അന്വേഷണ റിപ്പോർട്ടിൽ PP ദിവ്യയ്ക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളുണ്ടെന്ന ആരോപണം നവീൻ ബാബുവിന്റെ കുടുംബം നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു. 24 കണ്ണൂർ.